Exercise 9.1 question number 2. A tree breaks due to storm and the broken part bends so that the top of the tree touches the ground, making an angle 30 degree with it. The distance between the foot of the tree to the point where the top touches the ground is 8 meter. Find the actual height of the tree. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു ട്രീ അതിന്റെ ആക്ച്വൽ ഹൈറ്റ് ഇതാണ്. അപ്പൊ തന്നെ നമ്മൾ ഒരു ഗ്രൗണ്ട് ലെവൽ ഒരു ലൈൻ വരയ്ക്കുന്നു, സ്ട്രെയിറ്റ് ലൈൻ. ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. കാരണം ക്വസ്റ്റ്യനിൽ അണ്ടർസ്റ്റുഡ് ആയിരിക്കും ഈ ഉള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്, ബിക്കോസ് ട്രീ പെർപെൻഡിക്കുലർ ടു ദ എർത്ത് ആണ്. അങ്ങനെയാണെങ്കിൽ പറയുന്നത് ഇതാണ്, ഈ ട്രീ കാറ്റടിച്ച് ഒടിഞ്ഞ് താഴേക്ക് വീഴുന്നു. അപ്പോ സപ്പോസ് ഇവിടെ വെച്ചാണ് ഇത് ഒടിയുന്നതെങ്കിൽ ഇതിന്റെ ഈ ബ്രോക്കൺ പാർട്ട് ഇങ്ങോട്ട് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ വന്ന് ഇത് ടച്ച് ചെയ്യുന്നു. അതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, ടച്ചസ് ദ ഗ്രൗണ്ട് മേക്കിംഗ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് ഇറ്റ്. അതായത് ഇത് ഒടിഞ്ഞ ഈ പാർട്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ വീഴുമ്പോൾ ഗ്രൗണ്ടുമായി ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് 30 ഡിഗ്രി. ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫൂട്ട് ഓഫ് ദ ട്രീ to the point where the top touches the ground is 8 meter. ഈ മരത്തിന്റെ ചുവട്ടിൽ നിന്നും ഇതിന്റെ മുകളറ്റം ടച്ച് ചെയ്യുന്ന ഈ ഗ്രൗണ്ടിലെ ഈ പോർഷൻ വരെയുള്ള ഈ ഡിസ്റ്റൻസ് 8 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആക്ച്വൽ ഹൈറ്റ് ഓഫ് ദ ട്രീ? അപ്പോൾ ഇവിടെ നമുക്ക് ഈ ട്രയാങ്കിളിന് പേര് കൊടുത്താൽ ABC എന്ന് പേര് കൊടുക്കാം. ഇവിടെ നമ്മൾ D എന്ന് പേര് കൊടുത്താൽ CD ആണ് ആക്ച്വൽ ഹൈറ്റ് ഓഫ് ദ ട്രീ ബിഫോർ ബ്രേക്കിംഗ്. അപ്പോ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തു. ABC എന്ന റൈറ്റ് ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ അറ്റ് C ആൻഡ് അക്യൂട്ട് ആംഗിൾ 30 ഡിഗ്രി. ആ ആംഗിളിനോട് ചേർന്നുള്ള സൈഡാണ് 8 മീറ്റർ ആയ BC എന്ന അഡ്ജസന്റ് സൈഡ്. അപ്പൊ നമുക്ക് ആക്ച്വൽ ഹൈറ്റ് ഓഫ് ദ ട്രീ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഹൈറ്റ് കണ്ടുപിടിക്കണം, പ്ലസ് ഈ ഒരു ഹൈറ്റും കണ്ടുപിടിക്കണം. ഈ രണ്ട് ഹൈറ്റും കൂടെ ചേരുന്നതാണ് മരത്തിന്റെ ശരിക്കുള്ള ഹൈറ്റ്. അതിന് പകരം ഈ ഹൈറ്റ് നമുക്ക് ഈ ട്രയാങ്കിളിൽ ഇൻക്ലൂഡഡ് അല്ല, അതുകൊണ്ട് ഈ ഒരു ഹൈറ്റ് ആണ് ഇങ്ങോട്ട് ഉരുണ്ട് വീണിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഹൈറ്റ് കൂടി കണ്ടുപിടിച്ചാൽ മതി. അതായത് AC-യുടെയും AB-യുടെയും കൂടി ഹൈറ്റ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് DC-യുടെ ഹൈറ്റ്, വിച്ച് ഈസ് ദ ആക്ച്വൽ ഹൈറ്റ് ഓഫ് ദ ട്രീ. അപ്പൊ നമുക്ക് അവിടെ ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. കൺസിഡറിങ് റൈറ്റ് ട്രയാങ്കിൾ ABC. ABC എന്ന ഈ ട്രയാങ്കിളിൽ നിന്നും 30 ഡിഗ്രി ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും കൂടെ ചേർത്ത് നമുക്കൊരു റേഷ്യോ എഴുതാം. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, അതിനെ നമുക്ക് tan 30 എന്ന് എഴുതാം, ഈസ് ഈക്വൽ ടു 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് വിച്ച് ഈസ് AC ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് BC. tan 30യുടെ വാല്യൂ 1/√3 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു AC നമുക്ക് അറിയില്ല, ഡിവൈഡഡ് ബൈ BCയുടെ വാല്യൂ 8. അങ്ങനെയാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. AC into √3 is equal to 1 into 8 which is 8. അങ്ങനെയാണെങ്കിൽ AC is equal to 8/√3. അതായത് AC-യുടെ ഹൈറ്റ് നമുക്ക് 8/√3 എന്ന് കിട്ടി. ഇനി നമുക്ക് AB-യുടെ ലെങ്ത് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി 30 ഡിഗ്രി ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡും ട്രയാങ്കിളിന്റെ ഹൈപ്പട്ടന്യൂസ് ആയ AC-യും കൺസിഡർ ചെയ്താൽ അവിടെ നമുക്ക് എഴുതാം cos 30 is equal to adjacent side BC divided by hypotenuse of the triangle AB. Cos 30 യുടെ വാല്യൂ √3/2 ആണ്, which is equal to BC യുടെ വാല്യൂ നമുക്കറിയാം 8 divided by AB യുടെ വാല്യൂ AB എന്ന് തന്നെ എഴുതി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. AB into √3 is equal to 2 into 8 which is 16. Then AB is equal to 16 divided by √3. അപ്പൊ ഈ AB യുടെ ലെങ്ത് 16/√3 എന്ന് എഴുതാം. ഫൈനൽ സ്റ്റെപ്പിൽ എഴുതാം, therefore the height of the tree is equal to AC plus AB. AC plus AB is equal to AC യുടെ ലെങ്ത് 8/√3 plus AB യുടെ ലെങ്ത് 16/√3. ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, √3 upon 8 plus 16 which is 24. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 24√3 ഡിവൈഡഡ് ബൈ √3 into √3 which is 3. 24ഉം 3ഉം കൂടെ കട്ട് ചെയ്താൽ ഫൈനൽ ആൻസർ വിൽ ബി 8√3 മീറ്റർ. അതായത് ആക്ച്വൽ ഹൈറ്റ് ഓഫ് ദ ട്രീ ഈസ് 8√3 meter. Third question, a contractor plans to install 2 slides for children to play in a park.
For the children below the age of 5 years, she preferred to have a slide whose top is at a height of 1.5 meter and is inclined at an angle of 30 degree to the ground, whereas for older children, she wants to have a steep slide at a height of 3 meter and inclined at an angle of 60 degree to the ground. What should be the length of the slide in each case? ഇവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഒരു പാർക്കിൽ സ്ലൈഡ്സ് ഫോർ ഡിഫറന്റ് ഏജ് ഗ്രൂപ്പ്സ്, 5 ഇയറിന് വേണ്ടിയിട്ട് ഒരു സ്ലൈഡ് ആൻഡ് ഓൾഡർ ചിൽഡ്രന് വേണ്ടിയിട്ട് മറ്റൊരു സ്ലൈഡ്. അപ്പൊ രണ്ടും കൂടി ഒന്നിച്ച് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഹൈറ്റ് കൺസിഡർ ചെയ്താൽ ഗ്രൗണ്ട് ലെവലിലുള്ള ഒരു ലൈൻ നമ്മൾ വരയ്ക്കുന്നു. ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടെ വരെയുള്ള ഹൈറ്റ് ആണ് 5 ഇയർ ഏജിലുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഹൈറ്റ് ഓഫ് 1.5 മീറ്റർ എന്നാണ്. അപ്പൊ ഇത് 1.5 മീറ്റർ ആയി കൺസിഡർ ചെയ്താൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ലൈഡ്, ഇതാണ് ചെറിയ കുട്ടികൾക്ക് വേണ്ടി ചിൽഡ്രൻസ് ബിലോ ദ ഏജ് ഓഫ് 5 ഇയറിന് വേണ്ടി പ്രിഫർ ചെയ്യുന്ന സ്ലൈഡ്. ആൻഡ് ഇത് ഗ്രൗണ്ടുമായി 30 ഡിഗ്രി ആംഗിൾ ഫോം ചെയ്യുന്നു. ആൻഡ് ഫോർ ഓൾഡർ ചിൽഡ്രൻ ഷീ വാണ്ട്സ് ടു ഹാവ് എ സ്റ്റീപ്പ് സ്ലൈഡ്, കുത്തനെയുള്ള ഒരു സ്ലൈഡാണ് വലിയ കുട്ടികൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു സ്ലൈഡിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ആൻഡ് അത് ഗ്രൗണ്ടുമായി 60 ഡിഗ്രി ആംഗിൾ ഫോം ചെയ്യുന്നു. ആ സ്ലൈഡിന്റെ ടോപ്പിലേക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് 3 മീറ്റർ ആണ്. അതായത് ഈ പോയിന്റ് തൊട്ട് ഇവിടെ വരെയുള്ള ഹൈറ്റ് 3 മീറ്റർ. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ കൺസിഡർ ചെയ്യാം, ഇത് 3 മീറ്റർ. ഇനി ചോദിച്ചിരിക്കുന്ന ഇതാണ്, ഈ രണ്ട് സ്ലൈഡിന്റെയും ലെങ്ത് എത്രയാണ്? അപ്പോ നമുക്കിവിടെ ട്രയാങ്കിളിന് പേര് കൊടുക്കാം, ABCDE. ഇവിടെയുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്, പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ഒരു ഹൈറ്റിനെ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ട് കേസിലും എസിയുടെയും ഡിയുടെയും ഹൈറ്റ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ രണ്ട് കേസ് നമുക്ക് സെപ്പറേറ്റ് കൺസിഡർ ചെയ്താൽ, ഫസ്റ്റ് കേസ് ഏജ് ബിലോ 5 ഇയർ, അതിനുവേണ്ടിയുള്ള AC എന്ന സ്ലൈഡ്, ആ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്താൽ ഇങ്ങനെ എഴുതാം, കൺസിഡറിംഗ് റൈറ്റ് ട്രയാങ്കിൾ ABC. അവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ AC എന്ന സൈഡിന്റെ ലെങ്ത് ആണ്, വിച്ച് ഈസ് ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് ദിസ് റൈറ്റ് ട്രയാങ്കിൾ. തന്നിരിക്കുന്നത് അല്ലെങ്കിൽ അറിയാവുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ അക്യൂട്ട് ആംഗിൾ 30 ഡിഗ്രി. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും കൂടി ചേർത്തുള്ള റേഷ്യോ സൈൻ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം, സൈൻ 30 is equal to opposite side BC divided by hypotenuse of the triangle AC. സൈൻ 30യുടെ വാല്യൂ ഇതാണ് 1/2 is equal to BC യുടെ ലെങ്ത് നമുക്കറിയാം, which is 1.5 divided by AC ആണ് കണ്ടുപിടിക്കേണ്ടത്. 1 into AC, which is AC, is equal to 1.5 into 2, which is equal to 3 meter. അതായത് ചിൽഡ്രൻസ് ബിലോ 5 ഇയറിന് വേണ്ടിയുള്ള സ്ലൈഡിന്റെ ടോട്ടൽ ലെങ്ത് ആണ് 3 മീറ്റർ. ഇനി നമുക്ക് സെക്കൻഡ് കേസിലേക്ക് പോകാം. സ്റ്റീപ്പായിട്ടുള്ള സ്ലൈഡ്, അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ, കൺസിഡറിംഗ് റൈറ്റ് ട്രയാങ്കിൾ BED. BED എന്ന ട്രയാങ്കിളിൽ അക്യൂട്ട് ആംഗിൾ 60 ഡിഗ്രി ആണ്. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് BD എന്ന സൈഡിന്റെ ലെങ്ത് ആണ് 3 മീറ്റർ. ബിക്കോസ് ഇതിന്റെ ടോപ്പ് വരെയുള്ള ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് 3 മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ്, അതായത് സ്ലൈഡിന്റെ ഈ ലെങ്ത് എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രി ആംഗിളിന്റെ സൈൻ നമുക്ക് കൺസിഡർ ചെയ്യാം. സൈൻ 60 is equal to 60യുടെ ഓപ്പോസിറ്റ് സൈഡ്, വിച്ച് ഈസ് BD ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഓഫ് ദ ട്രയാങ്കിൾ DE. സൈൻ 60യുടെ വാല്യൂ നമുക്കറിയാം, √3 ഡിവൈഡഡ് ബൈ 2, വിച്ച് ഈസ് ഈക്വൽ ടു BD യുടെ ലെങ്ത് നമുക്കറിയാം 3 ഡിവൈഡഡ് ബൈ DE. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, DE into √3 is equal to 3 into 2, which is 6. അങ്ങനെയാണെങ്കിൽ DE is equal to 6 divided by √3. ഇവിടെ ഡിനോമിനേറ്റർ √3 ആയതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. is equal to 6√3 divided by √3 into √3 3. 6ഉം 3ഉം കൂടെ കട്ട് ചെയ്താൽ ഇവിടെ 2 കിട്ടും. ഫൈനലി ആൻസർ വിൽ ബി 2√3 മീറ്റർ. അപ്പൊ നമുക്ക് എടുത്തെഴുതാം, therefore the lengths of the slides are 3 meter and 2√3 meters.
Fourth question, the angle of elevation of the top of a tower from the point on the ground which is 30 meter away from the foot of the tower is 30 degree. അതായത് ഒരു വലിയ ടവർ, ആ ടവറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ലൈൻ നമ്മൾ വരച്ചു, പെർപെൻഡിക്കുലർ ലൈൻ. ഇത് ഗ്രൗണ്ടുമായി ചേർന്നുണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടവറിന്റെ ടോപ്പ് ഗ്രൗണ്ടിലെ ഒരു പോയിന്റിൽ നിന്ന് വാച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും അതിന്റെ ആംഗിൾ ഓഫ് എലിവേഷൻ ഫോം ചെയ്യുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിൾ ആണ് 30 ഡിഗ്രി എന്ന് പറയുന്നത്. ഈ പോയിന്റ് ഈ ടവറിന്റെ ഫൂട്ടിൽ നിന്നും 30 മീറ്റർ എവേ ആണ്. അതായത് 30 മീറ്റർ എവേ ഉള്ള ഈ പോയിന്റിൽ നിന്ന് ടവറിന്റെ ടോപ്പിനെ 30 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിലാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ അല്ലെങ്കിൽ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. അപ്പൊ നമുക്ക് ഈ ട്രയാംഗിളിന് പേര് കൊടുക്കാം ABC. എഴുതി വെക്കാം, കൺസിഡറിംഗ് റൈറ്റ് ട്രയാംഗിൾ ABC. അവിടെ കണ്ടുപിടിക്കേണ്ടത് AC-യുടെ ലെങ്ത് ആണ്, വിച്ച് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. അറിയാവുന്നത് BC എന്ന 30 ഡിഗ്രി ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും കൂടി ചേർന്നുള്ള റേഷ്യോ ടാൻ ആണ്. Tan 30 is equal to opposite side which is AC divided by adjacent side which is BC. Tan 30 യുടെ വാല്യൂ നമുക്കറിയാം, 1/√3 is equal to AC divided by BC യുടെ ലെങ്ത് 30. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AC into √3 is equal to 1 into 30 which is 30. Then AC is equal to 30 divided by √3. താഴെയും മുകളിലും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. Then finally 30 √3 by √3 into √3 3 ആണ്. 30 divided by 3 which is 10 ആണ്. 10 √3 meter എന്ന് കിട്ടും. ഫൈനലി എഴുതി വെക്കാം, therefore the height of the tower is 10 √3 meter. Fifth question, a kite is flying at a height of 60 meter above the ground. The string attached to the kite is temporarily tied to a point on the ground. The inclination of the string with the ground is 60 degree. Find the length of the string assuming that there is no slack in the string. ഒരു ഗ്രൗണ്ട് ലെവൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അവിടെ നിന്നും 60 മീറ്റർ ഹൈറ്റിലുള്ള ഒരു പോയിന്റിലാണ് ഒരു കൈറ്റിന്റെ പ്രസന്റ് പൊസിഷൻ. കൈറ്റിന്റെ സ്ട്രിങ്ങിനെ കെട്ടിവെച്ചിരിക്കുന്നു ആൻഡ് മേക്കിംഗ് ആൻ ആംഗിൾ 60 ഡിഗ്രി വിത്ത് ദ ഗ്രൗണ്ട്. ഇവിടെ ഈ കൈറ്റിന്റെ നൂലും ഗ്രൗണ്ടും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രി ആണ്. ആൻഡ് ദ കൈറ്റ് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 60 മീറ്റർ ഫ്രം ദ ഗ്രൗണ്ട്. ഇവിടെയുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്? ഇവിടെ ഈ നൂല് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ്, സ്ലാക്ക് ഒന്നും ഇല്ലാതെയാണ് നിൽക്കുന്നതെങ്കിൽ ഈ നൂലിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ ABC എന്ന ട്രയാംഗിൾ കൺസിഡർ ചെയ്താൽ A എന്ന് പറയുന്നത് കൈറ്റ് ആണ്, AC എന്ന് പറയുന്നത് കൈറ്റിലെ ടൈ ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിന്റെ ലെങ്ത് ആണ്. കണ്ടുപിടിക്കേണ്ടത് AC-യുടെ ലെങ്ത് ആണ്. നമുക്ക് തന്നിരിക്കുന്നത് AB എന്ന ഹൈറ്റ്. നമ്മൾ ഇങ്ങനെ എഴുതുന്നു, കൺസിഡറിംഗ് റൈറ്റ് ട്രയാംഗിൾ ABC. ABC എന്നുള്ള റൈറ്റ് ട്രയാംഗിൾ കൺസിഡർ ചെയ്താൽ 60 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ഹൈപ്പോട്ടന്യൂസ് ഓഫ് ദ ട്രയാംഗിൾ. ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും ചേർത്തുള്ള ട്രിഗണോമെട്രിക് റേഷ്യോ സൈൻ ആണ്. അപ്പൊ നമുക്ക് എഴുതാം, സൈൻ 60 is equal to opposite side of 60 degree angle which is AB divided by hypotenuse of the triangle AC. Sin 60 യുടെ വാല്യൂ നമുക്കറിയാം, √3/2 which is equal to AB യുടെ ലെങ്ത് 60 divided by ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, √3 into AC is equal to 2 into 60. AC is equal to 120 divided by √120 into √3 divided by √3 into √3 is equal to 120 into √3 divided by √3 into √3 3. 120യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 40 will be the answer into √3 40 √3 meter. Finally നമുക്ക് എഴുതി വെക്കാം, therefore the length of the string is 40 √3 meter. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുന്ന കാര്യം മറന്നുപോകരുത്. എല്ലാ ക്ലാസ്സുകളും റെഗുലറായി കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലാസ്സുകൾ ഒന്നും മിസ് ചെയ്യാതെ അറ്റൻഡ് ചെയ്യുക.